ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. 1939 വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ അപൂർവ കൃതിയാണ് കമാൽ. ഇത് ബഷീറിന്റെ ഒരു അസമാഹൃത കൃതിയാണ്. പുരാരേഖാ ഗവേഷകനായ അബ്ദുറഹ്മാൻ മങ്ങാടാണ് ഈ കൃതി കണ്ടെടുത്തത്. ഇന്ത്യയുടെ ആധുനിക രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ പുസ്തകം എഴുതിയത്. ഖിലാഫത്ത് പ്രസ്ഥാനം, 1921 മലബാർ കലാപവുമെല്ലാം ഇന്നും വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുമ്പോൾ തികച്ചും പ്രസക്തമാണ് ബഷീറിന്റെ ഈ അസമാഹൃത കൃതിയുടെ പുനഃപ്രവേശം. തുർക്കിയുടെ ആധുനികതയ്ക്കായി പ്രവർത്തിച്ച സൈനിക മേധാവിയും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന കമാൽ അറ്റാതുർക്കിന്റെ ലഘു ജീവചരിത്രമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ പുസ്തകം. 1939 എറണാകുളത്തെ AN ശിവരാമൻ നായരായിരുന്നു കമാൽ ആദ്യം പുറത്തിറക്കിയത്. പിന്നീട് ഈ പുസ്തകം വിസ്മൃതമാവുകയായിരുന്നു. ഈ പുസ്തകത്തിൽ പഠനാർഹമായ ഒരു അനുബന്ധം തയ്യാറാക്കിയ ബഷീറിന്റെ മതേതര ബോധ്യം എന്ന പേരിൽ ഒരു അനുബന്ധം തയ്യാറാക്കിയ പ്രൊഫസർ MN കാരശ്ശേരിയാണ് ഇന്ന് ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ ഈ പുസ്തകത്തിന്റെ പുനഃപ്രസിദ്ധീകരണത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുവാനായി ദില്ലി ദാലിയിൽ എത്തിയിരിക്കുന്നത്. സ്വാഗതം കാരശ്ശേരി മാഷ്. സന്തോഷം. എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം? ഒന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന, എല്ലാവർക്കും അറിയാമെങ്കിലും മറന്നുപോകുന്ന ഒരു കാര്യമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു എന്നുള്ളത്. കാരണം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലം കഴിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ നമ്മൾ അദ്ദേഹത്തെ അടുത്തറിയുന്നത്. അപ്പോൾ അദ്ദേഹം കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, അങ്ങനെ എഴുത്തുകാരൻ എന്നുള്ള. അപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പോലീസിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം സൃഷ്ടിച്ച കള്ളപ്പേരാണ് മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് കൊച്ചു മുഹമ്മദ് എന്നാണ്. ഒരു കാര്യം അത് ഓർക്കാം. അപ്പോ അദ്ദേഹം ഈ നോവലുകള്, കഥകള്, പ്രത്യേകിച്ച് ഈ തമാശ, അത്രയൊക്കെ നമ്മൾ ഓർക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഗാന്ധിയെ തൊട്ടതും, അതുപോലെ ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ധാരാളം, ഒരു ജയിൽപ്പുള്ളിയുടെ ചിത്രം, കൈവിലങ്ങ്, ടൈഗർ തുടങ്ങിയുള്ള കഥകൾ നമുക്കറിയാം. പക്ഷേ മതത്തെപ്പറ്റി, രാഷ്ട്രീയത്തെപ്പറ്റി, ആഗോള രാഷ്ട്രീയത്തെപ്പറ്റി, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെപ്പറ്റി, മതേതരത്വത്തെ പറ്റിയൊക്കെ അദ്ദേഹം ചിന്തിക്കുകയും അതിലിടപെട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് മിക്കവാറും വിസ്മൃതമായി പോവാണ്. പിന്നെ എൻ്റെ നിരീക്ഷണത്തിൽ മുസ്തഫ കമാൽ പാഷയ്ക്ക് കിട്ടേണ്ട ശ്രദ്ധ, കിട്ടേണ്ട അർഹമായ പരിഗണന മലയാളത്തിൽ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം, അദ്ദേഹം അന്നിവിടെ ആ തരത്തിൽ അറിയപ്പെടാൻ അദ്ദേഹത്തിന്റെ കാലം എന്ന് പറയുന്നത്, അദ്ദേഹം തുർക്കിയിൽ പ്രസിഡന്റ് ആയിരുന്നത്, ഒന്നാമത്തെ പ്രസിഡന്റാണ് തുർക്കി റിപ്പബ്ലിക്കിന്റെ. 1923 മുതൽ 1938 വരെയാണ്, 15 കൊല്ലം. 38 അദ്ദേഹം മരിച്ചു. അപ്പോ അതിനിടയ്ക്ക് അന്നിപ്പോ 1923 മാതൃഭൂമി ഉണ്ടാവുന്നത്. അപ്പൊ അന്ന് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, അന്തർദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് മലയാളിയുടെ വരുതിയിൽ ഒതുങ്ങുന്നതല്ല. അപ്പോ ബഷീർ ജീവചരിത്രം എഴുതി എന്നപ്പോ നമുക്കൊക്കെ അറിയുന്ന ഏതാണ്? MP പോളിന്റെ ജീവചരിത്രമാണ്. അതിലധികം അദ്ദേഹത്തിന്റെ ഒന്നിച്ചുള്ള ജീവിതവും തമാശകളും ഒക്കെയാണ്. MP പോളിന്റെ പോൾസ് കോളേജില് അദ്ദേഹം ഹോസ്റ്റൽ വാർഡനായിരുന്നു. വലിയ തമാശയാണ് ആലോചിച്ചാൽ. അല്ലാതെ അദ്ദേഹം ജീവചരിത്രപരമായി ചില ലേഖനങ്ങൾ, ചില കഥകൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫരീദുദ്ദീൻ അത്താർ എന്നുള്ള സൂഫിയെ പറ്റി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. കാർൽ മാർക്സിന്റെ പറ്റി ഒരു ലേഖനമുണ്ട്. അതുപോലെ മുഹമ്മദ് ഇക്ബാലിനെ പറ്റി ഒരു ലേഖനമുണ്ട്. പിന്നെ ആ തരത്തിൽ ഇപ്പോൾ മൻസൂർ ഹല്ലാജ്, അദ്ദേഹത്തെ പറ്റി, അനൽ ഹക്ക് എന്നിവരായിട്ട് ഒരു കഥ എഴുതിയിട്ടുണ്ട്. അല്ലാതെ എങ്ങനെ അന്തർദേശീയ രാഷ്ട്രീയം പഠിച്ച് വിലയിരുത്തി ബഷീർ വളരെ ഗൗരവപൂർണമായ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയ വാർത്തയാണ്. അങ്ങനെ നമ്മൾ വേറെ കാണുന്നില്ല. അപ്പോ അദ്ദേഹം ഗാന്ധിയെ പറ്റി അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ എഴുതിയിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോ ഗാന്ധിയുടെ ജീവചരിത്രം,
അത് എഴുതേണ്ടതാണ്, അത് എഴുതിയിട്ടില്ല. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, അത് ഗാന്ധിയുടെ പിന്നാലെ പോകുന്ന ഒരാളാണ്. അപ്പൊ ആ നിലയ്ക്ക് ബഷീറിന്റെ രചനാ ജീവിതത്തിൽ തന്നെ ഈ പുസ്തകത്തിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ഇതിനകത്ത് കളിതമാശകളൊന്നുമില്ല. വളരെ വളരെ ഗൗരവപൂർണമായി എന്തൊക്കെയാണ് അപ്പുറപ്പുറമൊക്കെ നടക്കുന്നത് ഇന്ത്യക്ക് പുറത്ത്, അതുപോലെ ഈ മതത്തിന് പുറത്ത്, അതങ്ങനെയാണ്. അതായത് ഇപ്പോ കമാൽ പാഷ 1400 കൊല്ലത്തെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ചരിത്രത്തിൽ ആധുനികത കൊണ്ടുവന്ന ആദ്യത്തെ പരിഷ്കർത്താവാണ് അദ്ദേഹം. 3 പദവി ഉണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ. ഒന്ന്, അദ്ദേഹം വലിയ പോരാളിയാണ്. അതായത് തുർക്കിയുടെ നിലനിൽപ്പിന് വേണ്ടി, അതായത് ഒട്ടോമൻ എംപയർ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് അറബി പറയും, ആ വലിയ 600-ലധികം കൊല്ലം നിലനിന്ന സാമ്രാജ്യം 1918 അവസാനിച്ച ലോകയുദ്ധത്തിൽ പരാജയപ്പെട്ട് അതിങ്ങനെ ചിന്നിച്ചെതറി പോകുമ്പോൾ തുർക്കി എന്നുള്ള ഒരു സ്വത്വത്തിന് വേണ്ടി, അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാശ്ചാത്യരോട് പൊരുതുന്ന ഒരു പോരാളിയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം അവിടെ സുൽത്താൻ പദവി, ഖിലാഫത്ത് അവസാനിപ്പിച്ചിട്ട് അവിടെ ഒരു റിപ്പബ്ലിക് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റാണ് അദ്ദേഹം. പിന്നെ മതപരമായ കാര്യങ്ങൾ, ഇപ്പൊ നേരെ പറഞ്ഞ ശരീഅത്ത് എന്നത് ഇസ്ലാമിക കർമ്മ സംഹിതയ്ക്കാണ് ആ പേര് പറയാ, മാർഗം എന്ന വാക്കിന്റെ അർത്ഥം. അത് പരിഷ്കരിച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹം വലിയ സൈന്യാധിപനാണ്, വലിയ ഭരണകർത്താവാണ്, പിന്നെ മതപരിഷ്കർത്താവാണ്. അപ്പൊ ആ തരത്തില് പല നിലയ്ക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പറ്റി താൻ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട് എന്ന് ബഷീർ ഒരിക്കലും പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല, വേറെ ആരും പറഞ്ഞായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. എറണാകുളത്തുള്ള ഒരു ശിവരാമൻ നായരാണ് 1939, അതായത് അത്താതുർക്ക്, കമാൽ പാഷയെ അങ്ങനെയാണ് വിളിക്കുക, തുർക്കിയുടെ പിതാവ് എന്ന വാക്കിനർത്ഥം. അത്താതുർക്ക് മരിച്ച് 1 കൊല്ലം കഴിയുമ്പോഴേക്ക് തന്നെ ഈ പുസ്തകം വന്നു. പിന്നെ ബഷീറിന് അങ്ങനെയുണ്ട്, അതായത് അദ്ദേഹത്തിന്റെ ധർമ്മരാജ്യം എത്രയോ കൊല്ലം കഴിഞ്ഞാണ് അതിന് പുനഃപ്രസിദ്ധീകരണം ഉണ്ടാവുന്നത്. പിന്നെ 1939 എഴുതിയ നോവലാണ് ജീവിത നേൽപ്പാടുകൾ. അതിന്റെ കട്ടിംഗ് ഒന്നും ബഷീറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടക്കുമ്പോൾ ശോഭന പരമേശ്വരനായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ഭ്രാന്ത് വന്നു. അപ്പോൾ ചികിത്സിക്കാൻ കൂടെയുള്ളത് പരമേശ്വരൻ നായരാ. ഈ സമയത്ത് അബ്ദുൽ മജീദ് ഖാൻ എന്ന പേരായിട്ട് ഒരു വായനക്കാരൻ, ഒരു ആരാധകൻ ഈ ഇത് മുഴുവൻ കട്ട് ചെയ്ത് വെച്ച് ഫയലാക്കിയിട്ട് കൊണ്ടു കൊടുത്തിട്ടാണ് ബഷീർ ആ പുസ്തകം അച്ചടിക്കുന്നത്. അതാണ് ബഷീറിന്റെ സ്വന്തം എഴുത്തിനെ പറ്റി അത്ര ഉദാസീനാണ് അദ്ദേഹം. ഒരു പുസ്തകം വരിക എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ഇത് ഇത്ര കാലം മണ്ണ് മൂടിക്കിടന്നത്. ഭാഗ്യവശാൽ ഇപ്പൊ ഇത് പുറത്തു വന്നു. 1939 ഈ പുസ്തകം ഇറങ്ങുന്നത്. ഈ പുസ്തകം ഇറങ്ങുമ്പോൾ 1921 നാം മലബാർ കലാപം എന്ന് വിളിക്കുന്ന രാഷ്ട്രീയ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഏതാണ്ട് ഒരു 15-17 കൊല്ലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. മലബാർ കലാപവും അതിനെ ഇപ്പോൾ നാം കാണുന്ന രീതിയും ഖിലാഫത്ത് പ്രസ്ഥാനവുമായി മഹാത്മാഗാന്ധി ഉണ്ടാക്കിയ ഐതിഹാസികമായ ചങ്ങാത്തവും നിസ്സഹകരണ പ്രസ്ഥാനവും മഹാത്മജിയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ തോളത്ത് കൈയിട്ടതും ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കണ്ട ബഷീറാണ് ഖിലാഫത്ത് മൂവ്മെന്റിന് എതിരായിരുന്ന കമാൽ പാഷ, അത്താതുർക്കിനെ കുറിച്ച് ഇങ്ങനെയൊരു ജീവചരിത്രം എഴുതുന്നത്. ഇന്ന് ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ചും കേരളത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും കലാപങ്ങളെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ബഷീറിന്റെ ആ നിലപാടിനെ എങ്ങനെയാണ് ഇപ്പോൾ നാം കാണേണ്ടത്? ഒന്നാമത്തെ കാര്യം, 1970 തൊട്ട് 1994 വരെ 24 കൊല്ലം ബഷീറിന്റെ ജീവിതത്തിൽ അവസാനത്തെ 24 കൊല്ലം അദ്ദേഹമായിട്ട് വളരെ അടുത്ത് പെരുമാറിയ ഒരാളാണ് ഞാൻ. ഒരിക്കൽ പോലും ഖിലാഫത്ത് എന്നുള്ള വാക്കോ മലബാർ കലാപം എന്നുള്ള വാക്കോ അങ്ങനെയൊന്നും അദ്ദേഹം സംസാരിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. അദ്ദേഹം അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ച് കേട്ടിട്ടില്ല. അദ്ദേഹം പറയുന്ന ഒരു പേര് ഗാന്ധി എന്ന് പറയും, പിന്നെ മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് പറയും, പിന്നെ വല്ലപ്പോഴും ആസാദിന്റെ പേരോ ഇക്ബാലിന്റെ പേരോ പറയും. അദ്ദേഹം കണ്ടംപററി, അതായത് സമകാലിക രാഷ്ട്രീയത്തെ പറ്റി, അതിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ പറ്റിയൊക്കെ പരിഹസിച്ച് പറയാ, തമാശ പറയാ, അപൂർവമായിട്ട് ദേഷ്യം പിടിക്കുക, അധികം പരിഹസിക്കുക ചെയ്യുക.
അല്ലാതെ ചരിത്രത്തെ പറ്റി ഇപ്പം മുഹമ്മദ് അബ്ദുറഹ്മാനോട് വലിയ ബഹുമാനാണ്. അപ്പൊ എന്റെ നോട്ടത്തില് ഖിലാഫത്ത് പ്രസ്ഥാനം ഒരു ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനമാണ്. എന്താണ് അതിന്റെ ഉള്ളടക്കം? അത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായതാണ് നമ്മൾ എപ്പോഴും ഓർക്കണം. അതായത് ഉസ്മാനിയ ഖിലാഫത്ത് പരാജയപ്പെട്ടു. എന്താ പരാജയപ്പെടാൻ കാരണം? 1914-18 കാലത്തെ ഒന്നാം ലോക യുദ്ധത്തിൽ ഉസ്മാനിയ ഖിലാഫത്ത്, അതായത് തുർക്കി പങ്കെടുക്കുകയാണ്. തുർക്കിയാണ് ഇതിന്റെ ആസ്ഥാനം. തുർക്കി പങ്കെടുക്കുന്നതാണ് ജർമ്മനി ആയിട്ട് വലിയ ലോഹ്യമായിരുന്നു തുർക്കിക്ക്. അങ്ങനെയായിരുന്നു വരുമ്പോ അന്ന് കോൺഗ്രസ് ഇന്ത്യയിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടന്റെ കൂടെയാണ്. ആ കൂട്ടത്തില് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ്? അവിടുത്തെ തുർക്കിയിലെ സുൽത്താനെ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ ഖലീഫ എന്ന് 16-ാം നൂറ്റാണ്ട് തൊട്ട് വിളിച്ചു വരുന്നുണ്ട്. ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരേ സമയത്ത് ഭരണാധികാരിയും ആത്മീയ നേതാവും. ഇപ്പോ മലബാറിൽ അല്ലെ ഇന്ത്യയിൽ ഒരിക്കലും തുർക്കിയുടെ ഭരണം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടുത്തെ മുസ്ലിങ്ങളും തുർക്കി സുൽത്താനെ ഇസ്ലാമിന്റെ ഖലീഫയായിട്ട് അംഗീകരിക്കും. എന്നുവെച്ചാൽ അത് ചോദ്യം ചെയ്യാൻ കഴിയാത്തൊരു സംഗതി നിലയ്ക്കാണ്. അപ്പോ ഈ ഖലീഫ തോറ്റാലും ഖലീഫയുടെ സ്ഥാനം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു ബ്രിട്ടൻ. അതെന്തായാലും പ്രശ്നം എന്താ വെച്ചാൽ അന്ന് തുർക്കി ആസ്ഥാനമായി നടക്കുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭാഗമാണ് സൗദി അറേബ്യ. അവിടെയാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം മക്കയും മദീനയും. അപ്പോ യുദ്ധം തോറ്റാൽ മക്കയുടെയും മദീനയുടെ ഒക്കെ ആധിപത്യം ആർക്ക് വരും? പാശ്ചാത്യർക്ക് വരും. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർക്കോ അമേരിക്കക്കാർക്കോ വരും. അപ്പൊ അത് ഒഴിവാക്കണം എന്നുള്ളതാണ് വാക്ക്. ബ്രിട്ടൻ പറഞ്ഞു അങ്ങനെ ആവാമെന്ന്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ള വകയിൽ ഉസ്മാനിയ ഖിലാഫത്ത്, ഒട്ടോമൻ എംപയർ അല്ലെ കാലിഫേറ്റ് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞ ആ സ്ഥാനം, പദവി നിലനിർത്തണം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അതിന് പുറത്തുനിന്ന് പ്രചോദനം കൊടുക്കുന്ന ഒരാള്, ഇവിടുത്തെ അതിന്റെ പ്രധാനപ്പെട്ട ആള് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി ഒക്കെയാണ്. പിന്നെ അലി സഹോദരന്മാർ എന്ന് പറയുന്നത്. പിന്നെ അബുൽ കലാം ആസാദ് ഉണ്ട്. അപ്പോ മുഹമ്മദ് അലി ജിന്ന അതിനെതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു സമരമാണ്, അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ്. ജിന്ന അന്ന് കോൺഗ്രസിന്റെ നേതാവാണ്. 1919 ജിന്ന കോൺഗ്രസ് വിടുന്നത് 1920. അപ്പോ അന്ന് എന്താന്ന് വെച്ചാല് ജിന്ന ഒരേ സമയത്ത് മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഉണ്ട്. അന്ന് അങ്ങനെ ഒരു അനുവാദമുണ്ട്, ദ്വയാംഗത്തുണ്ട്. 1913 തൊട്ട് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ജിന്ന. അതേ സമയത്ത് കോൺഗ്രസിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഗോഖലെ ആയിരുന്നു. അപ്പോ ഈ ജമാലുദ്ദീൻ അഫ്ഗാനി എന്നുള്ള ഒരു സൈദ്ധാന്തികനുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. അദ്ദേഹത്തിന്റെ ഒക്കെ പ്രചോദനത്തിലാണ് ഇന്ത്യയിൽ ഇത് ആരംഭിക്കുന്നത്. അപ്പൊ അത് ജനാധിപത്യ വിരുദ്ധമായ, അതായത് രാജാധിപത്യം നിലനിർത്തണം എന്നാണ് സമരം. എന്റെ കണക്കിന് ആ സമരത്തിന് ഗാന്ധി പിന്തുണ കൊടുക്കാൻ പാടില്ലായിരുന്നു. അബുൽ കലാം ആസാദിനെ പോലെ വലിയൊരു മനുഷ്യൻ അതിന് പിന്തുണ കൊടുക്കാൻ പാടില്ലായിരുന്നു. മലബാറിൽ തീർച്ചയായിട്ടും മുഹമ്മദ് അബ്ദുറഹിമാൻ, മൊയ്തു മൗലവി തുടങ്ങിയുള്ള മതേതര ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു 10 ആളെ എടുത്താൽ ഈ 2 പേരെ അതിൽ വരും. മതേതര ജനാധിപത്യത്തിന് വേണ്ടി ആദ്യകാലത്ത് പൊരുതിയ ആളുകൾ. ഇപ്പോ KP കേശവമേനയോ അല്ലെങ്കിൽ കേളപ്പനെയോ അല്ലെങ്കിൽ നാരായണമേനയോ ഒക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെ. അപ്പൊ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ 1921 അത് അഹിംസാനിഷ്ഠമായ ഒരു സംഗതിയല്ലേ ഗാന്ധി ആലോചിക്കുള്ളൂ. അങ്ങനെയല്ലേ ഗാഫർ ഖാനോ ആസാദോ അബ്ദുറഹിമാനോ മൊയ്തുമോനോ ഒക്കെ ആലോചിക്കുള്ളൂ. അതെ. ആ കൂട്ടത്തിൽ 1920 നിസ്സാകരണ പ്രസ്ഥാനം, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്. അപ്പൊ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റും ഖിലാഫത്ത് മൂവ്മെന്റും ഒന്നിച്ചാണ്. അപ്പൊ 1920 ആഗസ്റ്റിലാണ് ഗാന്ധി ആദ്യമായി കേരളത്തിൽ വരുന്നത് കോഴിക്കോട്ടാണ്. അന്ന് കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ 20,000 ആളുകൾ ഉണ്ടായിരുന്നാണ് റിപ്പോർട്ട്. അന്നിപ്പോ മാതൃഭൂമി ഇല്ല, കോഴിക്കോട് ആകാശവാണി ഇല്ല, മലബാറിൽ പ്രധാനപ്പെട്ട ഒരു പത്രം ഉള്ളത് കോട്ടയം മനോരമയാണ്. വേറെ പ്രധാനപ്പെട്ട പത്രങ്ങളൊന്നുമില്ല. പിന്നെ റോഡുകളില്ല, വാഹനങ്ങളില്ല, വിവരങ്ങൾ അറിയിക്കാൻ വഴി ടെലിഫോൺ ഇല്ല. അപ്പോ ഈ തരത്തിലായിട്ടും 20,000 ആൾ അവിടെ കൂടി. അപ്പൊ അത് വലിയൊരു പിന്തുണയാണ്. പിന്നെ ഗോപാലകൃഷ്ണൻ കൗതുകമുള്ള ഒരു കാര്യം ഞാൻ പറയാം. അങ്ങനെയാണ് എന്റെ അറിവിൽ ആദ്യമായി ഗാന്ധിയെ പറ്റി ഒരു മാപ്പിളപ്പാട്ട് ഉണ്ടാകുന്നത്. അതിൽ ഗാന്ധി മഹാനെ പുകഴ്ത്തിക്കൊണ്ടൊരു മാപ്പിളപ്പാട്ട് ഉണ്ടാകുന്നു. അത് ഈ സംഗതി കഴിഞ്ഞ് 21 ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞാമാജും കൂടിയിട്ടാണ് ആയുധം എടുക്കുന്ന തരത്തിൽ ഇതൊരു
കലാപമായിട്ട് മാറുന്നു. അതിനെതിരാണ് ഗാന്ധി, അതിനെതിരാണ് അബ്ദുറഹിമാൻ, അതിനെതിരാണ് നാരായണമേനോൻ, അതിനെതിരാണ് മാധവൻ നായർ, അതിനെതിരാണ് കേശവമേനോൻ, അതിനെതിരാണ് മൊയ്തു മൗലവി. അപ്പോ എന്താ ഉണ്ടായത്? മാധവൻ നായരാണ് വാര്യംകുന്നത്ത് കുഞ്ഞോമാജിയെ കണ്ടിട്ട് ആയുധം താഴെ വെക്കണമെന്നും പോലീസിന് കീഴടങ്ങണമെന്നും പറയുന്നത്. ആര്യ മുസ്ലിയാരെ കണ്ട് ഇങ്ങനെ ഇതേ ആവശ്യം ഉന്നയിക്കുന്നത് മുഹമ്മദ് അബ്ദുറഹിമാനാണ്. 6 മാസത്തോളം മലബാറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മലബാർ കലാപം എന്ന് പറയുന്നതാണ്. അത് തുടങ്ങിയത് ഏറനാട്ടിലാണ്, വള്ളുവനാട്ടിലേക്ക് പടർന്നു. പിന്നെ പൊന്നാനി താലൂക്കിന്റെ ചില ഭാഗങ്ങൾ, കോഴിക്കോട് താലൂക്കിന്റെ ചില ഭാഗങ്ങൾ, ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ലഹള ഉണ്ടായിരുന്നു. ഈ 4 മലബാർ ജില്ലയിലെ ബ്രിട്ടീഷ് മലബാർ എന്നാ പറയാ ഒരു ജില്ലയാണത്. ഇന്നത്തെ കണ്ണൂരും വയനാടും മലപ്പുറവും കോഴിക്കോടും പാലക്കാടിന്റെ ചില ഭാഗങ്ങൾക്ക് കൂടിയതാണ് അന്നത്തെ മലബാർ ജില്ല എന്ന് പറയുന്നത്. ആ മലബാർ ജില്ലയിലെ 4 താലൂക്കുകൾ, ഏറനാട്, വള്ളുവനോട്, പിന്നെ പൊന്നാനി, കോഴിക്കോട്, ഈ 4 താലൂക്കുകളിലാണ് ഈ സമരമുള്ളത്, ഈ പ്രശ്നമുള്ളത്. അവിടെ ഇവർക്കൊരു ഭരണം സ്ഥാപിക്കാൻ പറ്റി. കുഞ്ഞോമദാജി ആ രാജ്യത്തെ വിളിച്ചത് മലയാള രാജ്യം എന്നാണ്. അപ്പൊ ഇതിന്റെ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് തുർക്കി സുൽത്താന്റെ പദവി നിലനിർത്താനുള്ള ഒരു സമരം എങ്ങനെയാണ് മലബാർ രാജ്യസ്ഥാപനമായിട്ട് മാറുക. അപ്പൊ ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. MP നാരായണമേനോൻ ഗാന്ധിയോട് പറയുന്നുണ്ട്, ഇത്തരത്തിലൊരു ഖിലാഫത്തിന്റെ കാര്യം ഇവിടുത്തെ പാവപ്പെട്ട മാപ്പിളമാരോട് പറയരുത്. നാരായണമേനോൻ അങ്ങാടിപ്പുറത്തുകാരനാണ്, മദ്രാശിയിൽ നിയമം പഠിച്ച ആളാണ്. ഇവരുടെ ഇടയിൽ കട്ടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും നാരായണമേനോനും കൂടിയാണ് കുടിയാന്മാരെ സംഘടിപ്പിക്കുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇവരൊക്കെ പാവങ്ങളാണ്, ഇവർക്ക് സമരം എന്ന് പറഞ്ഞാൽ നിരായുധ സമരം അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഇവരോട് പറയരുതെന്ന് നാരായണമേനോൻ പറയുന്നുണ്ട്. അപ്പൊ ആയുധം എടുത്തപ്പോ സാധാരണയായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് അത് ബ്രിട്ടീഷ് വിരുദ്ധമായി ആരംഭിക്കുകയും ജന്മി വിരുദ്ധമായി പടരുകയും ചിലയിടത്ത് ഹിന്ദു വിരുദ്ധമായി വഴിതെറ്റുകയും ചെയ്ത ഒന്നാണ് മലബാർ കലാപം. ഞാൻ ആവർത്തിക്കാം, ബ്രിട്ടീഷ് വിരുദ്ധമായി തുടങ്ങുകയും ജന്മി വിരുദ്ധമായി പടരുകയും ചിലയിടത്ത് ഹിന്ദു വിരുദ്ധമായി വഴിതെറ്റുകയും ചെയ്ത ഒന്നാണ് മലബാർ കലാപം. 1924 ഗാന്ധി പറയുന്നുണ്ട്, മലബാർ കലാപത്തെ സംബന്ധിച്ച് സത്യം നമ്മൾ ഒരിക്കലും കണ്ടെത്തുകയില്ല എന്ന്. അത്ര സങ്കീർണമാണ്. കോൺഗ്രസ്സുകാർ അത് പറയുന്നുണ്ടല്ലോ, അനുബന്ധത്തിൽ കാരശ്ശേരി മാസ്റ്റർ അത് എഴുതിയിട്ടുണ്ട്. അതെ, അതായത് കോൺഗ്രസ്സുകാർ അത് ദേശീയ സമരമാണെന്ന് പറയും. അതെ, മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റുകാർ അത് ജന്മവിരുദ്ധ കലാപമെന്ന് പറയും. ലീഗുകാർ പറയുന്നത് രണ്ടും കൂടിയാണ്. BJPക്കാർ പറയും അത് ഹിന്ദു വിരുദ്ധ കലാപമാണെന്ന്. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ഭാഗികമായി തെറ്റുമാണ്. ശരിയായിരിക്കുമ്പോൾ തന്നെ തെറ്റാണ്, തെറ്റായിരിക്കുമ്പോൾ തന്നെ ശരിയാണ്. വളരെ സങ്കീർണമാണത്. അതുകൊണ്ട് അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കരുത് എന്ന് ലേഖനം എഴുതിയ എന്റെ അറിവിലുള്ള ഒരേ ഒരാൾ ഞാനാണ്. കാരണം ഖിലാഫത്ത് പ്രസ്ഥാനം തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. മലബാർ കലാപം എന്ന് പറയുന്നത് ഒരു ഗുണവും ഉണ്ടാക്കാതിരിക്കുകയും അനേകം ദോഷം ഉണ്ടാക്കുകയും ചെയ്ത ഒന്നാണ്. അതൊരിക്കലും കൊണ്ടാടാൻ പാടില്ല. അതിന്റെ 25ാം വാർഷികത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ ഒരു ലഘുപുസ്തകം വന്നിരുന്നു. 1921 ആഹ്വാനവും താക്കീതും. ആഹ്വാനം എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടി വന്നാൽ ജന്മിമാർക്കെതിരായിട്ട് ആയുധമെടുക്കാം. താക്കീത് എന്താണ്? അത് കരുതിയിരുന്നില്ലെങ്കിൽ അത് വർഗീയമായി വഴിതെറ്റിപ്പോകുന്നുള്ളതാണ്. അപ്പൊ ആ വഴിതെറ്റിപ്പോയതിനെ പറ്റി BJPക്കാർ മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോ. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇതിനെ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ കോൺഗ്രസ്സുകാർ മുസ്ലിമീങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് മലബാറിൽ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത്. മലബാർ കലാപം നടക്കുമൊന്നും മുസ്ലിം ലീഗ് ഇല്ല. അന്നിപ്പോ കോൺഗ്രസിൽ പ്രധാനപ്പെട്ട ഒരു നേതാവുണ്ട്, KMCG സാഹിബ്. അദ്ദേഹം ഗാന്ധിയുടെ പ്രസംഗങ്ങളൊക്കെ പരിഭാഷപ്പെടുന്ന തരത്തിൽ പ്രമുഖനായ ഒരു നേതാവാണ്. കൊടുങ്ങല്ലൂർക്കാരനാണ്, അഡ്വക്കേറ്റ് ആണ്, കൊച്ചി സഭയിൽ അംഗമായിരുന്നു, മദ്രാശി സഭയിൽ അംഗമായിരുന്നു. അങ്ങനെ അപ്പൊ അവരൊക്കെയാണ് പറയുന്നത് എന്താണ്? മുസ്ലിമീങ്ങളോട് വഞ്ചന കാണിച്ചു, കാരണം ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്. അപ്പൊ മലബാർ കലാപത്തെ തള്ളിപ്പറയല്ലാതെ ഗാന്ധിക്കും അബ്ദുറഹിമാനും വേറെ പണിയില്ല, വേറൊരു വഴിയില്ല. കാരണം ആയുധം എടുക്കുന്ന അവർ സങ്കല്പിച്ച ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു 1937. അപ്പൊ അന്ന് ഇങ്ങനൊരു സംഗതി ഇല്ല എന്ന് വിചാരിച്ച് കോൺഗ്രസിന്റെ കൂടെ നിന്ന ആളുകളാണ് മുഹമ്മദ് അബ്ദുറഹിമാനും മൊയ്തു മൗലവിയും ഒക്കെ. എന്നിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്, 22 കലാപം അവസാനിച്ച് 8 കൊല്ലം കഴിയുമ്പോൾ 1930 കോഴിക്കോട്ട് കടപ്പുറത്ത് ഉപ്പ് കുറുക്കാൻ അബ്ദുറഹിമാൻ പോകുമ്പോ അബ്ദുറഹിമാന്റെ കൂടെ എല്ലാ സമുദായക്കാരും ഉണ്ട്.
അതില് അബ്ദുറഹ്മാന്റെ നേതൃത്വം എന്ന് പറഞ്ഞ് ലീഗ് ശക്തിപ്പെട്ടു. 1934 അബ്ദുറഹ്മാൻ കേന്ദ്ര അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗിന്റെ നേതാവ് സത്താർ സെഠിനോട് പരാജയപ്പെട്ടു. അതൊക്കെ ശരിയാണ്. പക്ഷെ ആ ദേശീയത, ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയുള്ള ആശയങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ അബ്ദുറഹ്മാൻ വിജയിച്ചു. അബ്ദുറഹ്മാൻ വ്യക്തിപരമായി ഇലക്ഷൻ തോൽക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ അന്തരീക്ഷം എത്രയോ എളുപ്പത്തിൽ അവർക്ക് മാറ്റാൻ പറ്റി. പക്ഷെ ഇപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കാര്യം പറഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോ അതിന്റെ പുറത്ത് കലഹിക്കാൻ പോവാണ്. SDPIക്കാര് മുദ്രാവാക്യം വിളിക്കുകയാണ്, അന്നത്തെ കത്ത് ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, അത് ഞങ്ങൾക്കറിയാം എന്ന് BJP. അത് ചോക്കൂ. അതൊക്കെ കഴിഞ്ഞിട്ട് 100 കൊല്ലം കഴിഞ്ഞു. അന്നുണ്ടായതിനേക്കാൾ വലിയ ഭീകരമായ സംഗതികൾ ഇപ്പൊ ഉണ്ടാകുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ തുർക്കികൾക്ക് വേണ്ടാത്ത ഖിലാഫത്തിന് വേണ്ടിയാണ് ഇന്ത്യയിൽ സമരം നടന്നത്. അതായത് 1923 ബഷീറിന് ബോധ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കാരശ്ശേരി മാഷ് പറഞ്ഞ കാര്യം, അതായത് ബഷീർ എഴുതുന്നില്ല, അത്തരം കാര്യങ്ങൾ ബഷീർ എഴുതുന്നില്ല. ബഷീർ തുർക്കിയിലെ കാര്യം മാത്രമാണ് പറയുന്നത്. അത് കേരളത്തിലെ കാര്യത്തോടോ ഇന്ത്യൻ സാഹചര്യത്തോടോ താരതമ്യപ്പെടുത്തി ബഷീർ എഴുതിയിട്ടില്ല. ബഷീർ പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ഇപ്പോ ഒരു ഉദാഹരണം, അവിടെ 1923 റിപ്പബ്ലിക് സ്ഥാപിച്ചു. 1924 അദ്ദേഹം സുൽത്താനെ പുറത്താക്കി. 1924 ഖിലാഫത്ത് എന്നുള്ള സ്ഥാപനം തന്നെ അദ്ദേഹം നിരോധിച്ചു, അത് റദ്ദാക്കി. ഖിലാഫത്ത് ഇല്ല. പിന്നെ 1924 ഖിലാഫത്ത് റദ്ദാക്കി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ അനവധി കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്നു. അദ്ദേഹം ബഹുഭാരിത്വം നിരോധിച്ചു. അനവധി പരിഷ്കാരങ്ങൾ. ഇപ്പം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 1000ഓളം കൊല്ലം പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് ഹാഗിയ സോഫിയ. അത് 600 കൊല്ലം കഴിയുമ്പോൾ 500 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ ഓർമ്മ, മുസ്ലിങ്ങൾ ആ രാജ്യം പിടിച്ചെടുക്കുമ്പോൾ അത് അവര് മുസ്ലിം പള്ളിയാക്കി മാറ്റി. അപ്പം ഹാഗിയ സോഫിയക്കുള്ള വിശേഷം എന്ന് വെച്ചാൽ, അത് ധാരാളം ചിത്രപ്പണികളും ശില്പങ്ങളും കൊത്തുവേലുകളും ഒക്കെ ഉള്ള ഒരു അതിമനോഹരമായ ഒരു സാംസ്കാരികമായ ഒരു ഇടിവപ്പാണ്. അത് സംസ്കാരത്തിനൊരു സമ്പത്താണ്. ഈ സമ്പത്ത് ഒരു പ്രത്യേക മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെ ആയാൽ പോരാ, അതൊരു മ്യൂസിയമായി പ്രഖ്യാപിച്ച് എല്ലാ ജാതി മത ഭാഷാഭേദമില്ലാതെ ആളുകൾക്ക് പ്രവേശനമുള്ള ഒന്നായിട്ട് 1935 അത്താതുർക്ക് പ്രഖ്യാപിച്ചു. അപ്പൊ അതായത് മതമൗലികവാദികൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അവിടെ അദ്ദേഹം തുർക്കി ഭാഷ, അതിപ്പോ ഞാൻ യോജിക്കുന്ന ഒന്നല്ല, തുർക്കി ഭാഷ റോമൻ ലിപിയിൽ എഴുതണം എന്ന് പറഞ്ഞു. പർദ്ദ നിരോധിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ഇപ്പൊ ഒന്നാമത് ഇന്നത്തെ അർത്ഥത്തിൽ പൂർണ്ണമായ ജനാധിപത്യം അല്ല അന്നുണ്ടായത്. ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഇന്നത്തെ സാമൂഹ്യ ശാസ്ത്ര പഠന ഉപകരണങ്ങൾ ഉപയോഗിച്ച് അന്നത്തെ കാലത്തെ ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. അതെ, എന്താ വെച്ചാല് 1923 അധികാരത്തിൽ വരുന്ന ഒരാള് ശരീഅത്ത് കോടതി റദ്ദാക്കുന്നു, സിവിൽ കോടതികൾ നടപ്പാക്കുന്നു. ഉദാഹരണം പറയണം, ഇതുപോലെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അദ്ദേഹം തുർക്കി തൊപ്പി നിരോധിച്ചു. എന്നിട്ട് പാശ്ചാത്യരുടെ ഹാറ്റ് ധരിക്കാൻ നിർബന്ധിച്ചു. അതായത് ആധുനികവൽക്കരണം എന്ന് പറയുന്ന ചില ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യവൽക്കരണമാണ്. അതിന്റെ പരിമിതിയൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ചെയ്തത് മുഴുവൻ ശരിയാണെന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ മാത്രമല്ല, ഏകകക്ഷി ഭരണമായിരുന്നല്ലോ. അതെ. മാത്രല്ല, അദ്ദേഹം എതിരഭിപ്രായങ്ങളെ പലപ്പോഴും നിരോധിച്ചു, ചില സമയത്ത് നിയന്ത്രിച്ചു. പിന്നെ മറ്റ് കക്ഷികൾക്ക് മത്സരിക്കാൻ പറ്റില്ല. അങ്ങനെ 15 കൊല്ലം അദ്ദേഹമാണ് ആധുനിക തുർക്കിയുടെ പിതാവ്. അതുകൊണ്ടാണ് ഒരു അത്താതുർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ജവഹർലാൽ നെഹ്റു എന്താണോ 17 കൊല്ലം ഇന്ത്യയിൽ ചെയ്തത്, അതാണ് തുർക്കിയിൽ കമാൽ പാഷ ചെയ്തത്. ഇതാണ് ഇപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ. അപ്പൊ ഇന്നിപ്പോ എങ്ങനെയാണ് സംഘപരിവാർ ശക്തികൾ നെഹ്റുവിനെ കാണുന്നത്, അങ്ങനെയാണ് മുസ്ലിം മതമൗലികവാദികൾ കമാൽ പാഷയെ കാണുന്നത്. അതാണ് എന്റെ വ്യത്യാസം. അതുകൊണ്ടാണ് കമാൽ പാഷയെ പറ്റി മലയാളത്തിൽ പഠനങ്ങളൊന്നും ഇല്ലാത്തത്. ഞാൻ ചില ലേഖനങ്ങളോ, ഞാൻ കുട്ടിക്കാലത്ത് ചില ലഘു ഗ്രന്ഥങ്ങളോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടൊരു പുസ്തകം ഒരു 10-50 പേജിൽ ഒരു ചെറിയ സാധനമാണ്. ബഷീറിന്റെ അത്ര, ബഷീറിന്റെ പുസ്തകം എനിക്കറിയില്ല അന്ന്. അപ്പോ ഞാൻ പറയുന്നത്, ഈ ആധുനികത, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ അദ്ദേഹം വേറെ ഉദാഹരണം, സൈന്യങ്ങൾ ഇപ്പോ പാശ്ചാത്യരാണ് ഈ മണ്ണ് പിടിച്ചെടുക്കാൻ വരുന്നത്. അപ്പൊ അവരോട് പൊരുതണമെങ്കിൽ പാരമ്പര്യ രീതിയിലുള്ള സൈന്യം പോരാ.
അത് മുഴുവൻ വ്യവസായ യുഗത്തിന്റെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ എല്ലാ സൗകര്യങ്ങളും ആയിട്ടാണ് പാശ്ചാത്യരുടെ സൈന്യങ്ങൾ വരുന്നത്. അപ്പൊ അത് ആധുനികീകരിക്കണം, അങ്ങനെ മോഡേണൈസ് ചെയ്യാം, ആധുനികീകരണം എന്നുള്ളതാണ് എല്ലാ രംഗത്തും. അതായത് ഇപ്പൊ പാർലമെന്ററി ഡെമോക്രസി ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇതുപോലെ സ്ത്രീ വിദ്യാഭ്യാസം വളരെ, അതായത് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് ഇസ്ലാമിൽ അതിനു മുമ്പ് കേൾക്കാത്തൊരു സംഗതിയാണ് സ്ത്രീ പുരുഷ സമത്വം. അപ്പൊ ബഷീർ ഏറ്റവും ആവേശപൂർവ്വം എഴുതുന്ന ഒരു പ്രധാന കാര്യത. അതിപ്പോ ബഷീറിന്റെ കൃതികളിൽ ഉണ്ടുപ്പുപാക്കർ ആനേണ്ടാർന്നാണെങ്കിലും ബാല്യകാല സഖി ആണെങ്കിലും ഏതാണെങ്കിലും അതിലൊക്കെ ഉള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ വാദമാണല്ലോ. ബഷീർ ഒരു സ്ത്രീവാദിയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരാളെ തീർച്ചയായിട്ടും അത്താതുർക്ക് ആകർഷിക്കുന്നതിൽ ഒരു സംശയമില്ല. ഇനി ഞാൻ ഈ പുസ്തകത്തിന്റെ കവർ എല്ലാവരെയും കാണാൻ വേണ്ടി അത് കാണിക്കുകയാണ്. ഇതാണ് ഈ പുസ്തകം. കമാൽ ഒരു അസമാഹൃത കൃതി വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിനെ കുറിച്ചാണ് കാരശ്ശേരി കമാൽ പാഷയുടെ യൗവനകാലത്തെ ചിത്രമാണ്. അപ്പോൾ ഞാൻ ഈ പുസ്തകം ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർക്കുകയായിരുന്നു. നോട്ടൊക്കെ തയ്യാറാക്കി തന്നെയാണ് ഞാൻ കാരശ്ശേരി മാഷുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചതും. ഇതില് ഈ നെഹ്റുവിനെ കുറിച്ച് കാരശ്ശേരി മാഷ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കമാൽ പാഷയെ കുറിച്ച് 1939 ഇങ്ങനെ ഒരു പുസ്തകം ബഷീർ എഴുതുമ്പോൾ നെഹ്റു അത്രയ്ക്ക് വലിയ ഒരു നേതാവായിട്ട് ഇന്ത്യൻ മനസ്സിൽ ആയിട്ടുണ്ടോ? അല്ല, അന്ന് നെഹ്റു കോൺഗ്രസിന്റെ വലിയ നേതാവാണല്ലോ. അതായത് ഗാന്ധിയുടെ തൊട്ട് താഴെ, അതായത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങള്, അദ്ദേഹത്തിന്റെ ലേഖനങ്ങള്, അദ്ദേഹത്തിന്റെ സൗന്ദര്യം, പിന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങള്, അദ്ദേഹത്തിന്റെ യാത്രകള്, അങ്ങനെ ഉണ്ടല്ലോ. കാരണം നെഹ്റു കുട്ടിക്കാലത്തെ ഒരു സ്റ്റാർ ആണല്ലോ. ഒന്ന് സൗന്ദര്യം, പിന്നെ വെച്ചാൽ ഈ വിദേശ ബന്ധങ്ങൾ. ഉദാഹരണം പറയുമ്പോൾ ബെർണാഷയുടെ സുഹൃത്താണ്, ഐൻസ്റ്റൈന്റെ സുഹൃത്താണ്. ആലോചിച്ചോക്കൂ. അങ്ങനെ റൊമാൻ റോളണ്ടിനെ കാണുന്നുണ്ട്, പിന്നെ പാരീസിൽ ചെന്നിട്ട് ഗാന്ധിയാണ് കത്ത് കൊടുക്കുന്നത്. അങ്ങനെ നെഹ്റു, അതായത് പ്രധാനമന്ത്രി, ഇടക്കാല മന്ത്രിസഭയുടെ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് പോലും, ഇപ്പം 1939 ഇപ്പൊ ഈ പുസ്തകം എഴുതുന്നത്. അതിനു മുമ്പ് തന്നെ ഇപ്പോ തൊട്ട് താഴെ നെഹ്റു, അതിന് സമാന്തരമായിട്ട് നേതാജി ബോസ് ഉണ്ട് എന്നേ ഉള്ളൂ. ബോസ് തന്നെ 1939 പോയി രാജിവെച്ച് പോയല്ലോ. അപ്പോ ഗാന്ധിയുടെ തൊട്ട് താഴെ ഉള്ള ഒരു നേതാവായിട്ട് നെഹ്റുവിനെ പറ്റിയൊന്നും എവിടെയെങ്കിലും ഒരു പേര് പറഞ്ഞിട്ടില്ല ഞാൻ പറയില്ല. പൊതുവെ ബഷീർ ഒന്നും സംസാരിക്കുക എഴുതി ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല. ഇത് അദ്ദേഹത്തിന് ഈ മതപരിഷ്കരണത്തിലുള്ള, അതായത് മുസ്ലിം സമൂഹത്തിന്റെ യാഥാസ്ഥിതികത, അതിന്റെ സ്ത്രീവിരുദ്ധത, അതിൽ അന്ധവിശ്വാസങ്ങള്, അനാചാരങ്ങള്, ഇതൊന്നും ഞാനിപ്പോ വെറുതെ പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ പല കഥകളിലും ഞാൻ അതിനെപ്പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് അല്ല, ഞാൻ ഏറ്റവും അധികം എഴുതിയ ബഷീറിനെ പറ്റിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാല്, ആ സമുദായത്തിനകത്തെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടാണ്. അതായത് ഇപ്പോ ഉണ്ടുപ്പുപാക്കർ ആനയുണ്ടാർന്ന് എന്ന് പറയുന്നതില് മുസ്ലിങ്ങള് പണ്ട് കാലത്ത് മുഗളന്മാര് മുസ്ലിങ്ങള് ഇന്ത്യ ഭരിച്ചിരുന്നു എന്ന് വരെയുള്ള രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ അത് നോക്കി ഇരിക്കണ്ടെന്ന് ഈ പറയുന്നത്. മനസ്സിലാവുണ്ടോ? എന്നുവെച്ചാല് ഇവിടെ അക്ബർ ഉണ്ടായിരുന്നു, ഷാജഹാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാല് ഈ കേരളത്തിൽ ഒരിക്കലും മുഗൾ ഭരണം എത്തിയിട്ടില്ല. പക്ഷെ അഭിമാനം എത്തുമല്ലോ. പേരെങ്ങനെയല്ലേ, അക്ബർ എന്ന് പറയുമ്പോ അഭിമാനായി. അതാണ് ഉണ്ടുപ്പുപാക്കർ ആനയുണ്ടാർന്ന് പറയുന്നത്. മുഗൾ ഭരണം അവസാനിച്ചു. കാരശ്ശേരി മാഷ് എഴുതിയ അനുബന്ധത്തിന് അത് കാരശ്ശേരി മാഷ് ഗാന്ധിയുടെ ഒരു കോട്ട് ഉപയോഗിക്കുന്നുണ്ട്. വർഗീയവാദികളെല്ലാം ഒരേ പന്തിയിലാണ് ഉണ്ണുന്നത് എന്ന ഗാന്ധിജിയുടെ വാചകം അതിശക്തമായ ഒരു പ്രസ്താവനയാണ് ഇന്നത്തെ. അത് ആ വാക്യം ഞാൻ ഓർക്കുന്നത് എങ്ങനെയാണ്? കമ്മ്യൂണാലിസം ഇന്റർഡൈൻസ്, കമ്മ്യൂണാലിസം ഇന്റർഡൈൻസ്. ഇപ്പോ മലബാർ കലാപം ഉപയോഗിക്കുന്ന ആരാണ്? ഇവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിലെ തീവ്രവാദികളും ഹിന്ദുക്കൾക്കിടയിലെ തീവ്രവാദികളും. രണ്ടു കൂട്ടർക്ക് അത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു കൂട്ടർ പറയുന്നത് മലബാർ കലാപത്തിലെ കത്തി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, അത് ഞങ്ങൾക്കറിയാം എന്ന് അപ്പുറത്ത് പറയാണ്. ആലോചിച്ചോ. എന്നുവെച്ചാൽ നമുക്കൂടെ ജീവിക്കണ്ടേ ഗോപാലകൃഷ്ണൻ? ഇവരുടെ ഹിന്ദു രാഷ്ട്രവാദവും ഇസ്ലാമിക രാഷ്ട്രവാദവും നമുക്ക് ജനാധിപത്യമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണം. അപ്പൊ ഇതിലുള്ള ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാല്, ബഷീർ എന്റെ കണക്കിന് കേരളത്തിലെ എഴുത്തുകാർക്കിടയിൽ ഏറ്റവും അധികം ഗാന്ധിയൻ സ്വാധീനമുള്ള എഴുത്തുകാരനാണ്.
അദ്ദേഹം ഗാന്ധിയെ പറ്റി ജീവചരിത്രം എഴുതിയിട്ടില്ല എന്ന്, അല്ലെങ്കിൽ വേറെ പുസ്തകം എഴുതിയില്ല, അതൊക്കെ സത്യമാണ്. പിന്നെ അദ്ദേഹം അത് ഒരിക്കലും പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ, അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ ഒക്കെ, ഒന്നാമത് ഗോപാലകൃഷ്ണൻ നല്ലപോലെ അറിയുന്ന കാര്യമാണ്, ഗാന്ധി അങ്ങേയറ്റം ഹാസ്യഭാവനുള്ള ഒരാളാണ്. നർമ്മബോധം ഗാന്ധിക്ക് ധാരാളുണ്ട്. അദ്ദേഹം ആത്മകഥയെ പറയുന്നുണ്ട്, നർമ്മബോധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്തേനെ. ഗാന്ധിക്ക് കലയും ചിരിയൊന്നും ഇല്ലെന്ന ആൾക്കാർ വിചാരം. കലയൊക്കെ ഉള്ളത് നെഹ്റുവിനാണ്. നെഹ്റുവിന് കലയുണ്ട്. നെഹ്റുവിന്റെ അലങ്കാരങ്ങളിൽ, ആടയാഭരണങ്ങളിൽ, ആഘോഷങ്ങളിൽ ഒക്കെ കലയുണ്ട്, കവിതയുണ്ട്. ഇപ്പോ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് നെഹ്റു എന്ന് പറഞ്ഞ ആള് വിശ്വസിക്കും. ഗാന്ധി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ആലോചിച്ചു. അപ്പോ ഗാന്ധിക്ക് വളരെയധികം ഉള്ളത് നർമ്മമാണ്. അപ്പോ ബഷീറിൽ ഇപ്പോ അങ്ങനെ ഒരു പുസ്തകം ഉണ്ട്, ഗോപാലകൃഷ്ണൻ കണ്ടിട്ടുണ്ടോ? ഗാന്ധിയും ബഷീറും നമ്മുടെ ഭാഷയിൽ ഒരു പുസ്തകമുണ്ട്. ഫിലോസഫി പ്രൊഫസർ കെ പി ശങ്കരനും കെ അരവിന്ദാക്ഷനും കൂടി നടത്തുന്ന സംഭാഷണം കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ട്. പുസ്തക പ്രസാധക സംഘം അടിച്ച സാധനം. നമ്മുടെ ഡൽഹി ഞാൻ പറഞ്ഞത്, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഗാന്ധിയെ 9ാം ക്ലാസ് പഠിക്കുന്ന കാലം തൊട്ട് മരണം വരെ ബഷീർ ഗാന്ധിയിലാണ് ജീവിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഇടവേളയുണ്ട്. എന്താ വെച്ചാൽ കോഴിക്കോട് നിന്ന് തല്ല് കിട്ടിയിട്ട്, പൊതിയറ ജയിലിൽ നിന്ന് തല്ല് കിട്ടിയിട്ട് ഒരു നമ്പ്യാര് അടിച്ച് പത്തിരിയാക്കി ബഷീറിനെ. അപ്പൊ അയാളെ കൊല്ലാൻ വേണ്ടി കത്തിയെടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഒരു സുഹൃത്താണ് പറയുന്നത്, ഇത് നമുക്കൊന്നും ചേർന്നതല്ല, ദേഷ്യം പിടിച്ചിട്ട് ചെയ്താ. പിന്നെ തിരിച്ചു പോയിട്ട് ഭഗത് സിംഗിന്റെ മാതിരി വേഷം കെട്ടി നടക്കുന്നുണ്ട് എറണാകുളത്ത്. അവിടെ ഒരു വാനര സേനയൊക്കെ ഉണ്ട്. അത് ചെറിയ കാലത്തേക്കാ. അവിടുന്നാണ് ഒരു പോസ്റ്റ് ഓഫീസ് കത്തിച്ച കേസിൽ പ്രതിയാണ്, ബഷീറിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ജമാൽ കൊച്ചങ്ങാരുടെ ബാപ്പ നൈന, ഉജ്ജീവനം നടത്തിയിരുന്ന സൈനുദ്ദീൻ നൈന, തന്റെ കയ്യിൽ വാച്ച് അഴിച്ചു കൊടുത്തിട്ട് ബഷീറിനോട് പറയും, നീ ഇത് വിറ്റിട്ട് എവിടേക്ക് വെച്ചാൽ പൊക്കോളാൻ പറയും. അങ്ങനെയാണ് ബഷീർ അവിടുന്ന് ബസ് കയറി എറണാകുളത്ത്, അവിടുന്ന് കൊടക് പോയി, അവിടുന്ന് കർണാടക, പിന്നെ ഇന്ത്യ മുഴുവൻ ഇറങ്ങി അടിച്ചു. അങ്ങനെ അപ്പോ ഞാൻ പറയുന്നത്, ബഷീറിനെ പറ്റി ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗാന്ധിയൻ പശ്ചാത്തലം എപ്പോഴും അഹിംസ എന്നുള്ളത് ഈ അളവിൽ എന്റെ അനുഭവത്തിൽ, ഞാൻ മലയാളത്തിലെ വേറൊരു എഴുത്തുകാരിലും ഞാൻ അനുഭവിച്ചിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞ മാഷ്. അദ്ദേഹത്തിന്റെ ഭാഷ അപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം മാഷെ, നമ്മൾ സംസാരിക്കുന്ന ഈ പുസ്തകത്തിന്റെ കാര്യം അപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത്, തികഞ്ഞ ഗാന്ധിയനായിട്ട് ജീവിക്കുകയും ഗാന്ധിയുടെ മൂല്യങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്ത ബഷീർ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ഗാന്ധി ഉണ്ടാക്കിയ സൗഹൃദം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് അന്നുണ്ടാക്കിയ സൗഹൃദത്തിൽ നിന്നും ഒരുപക്ഷെ മാനസികമായി അകന്നു നിന്നിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകം എഴുതൂല്ലല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഖിലാഫത്ത് പ്രസ്ഥാനക്കാരുടെ ഒരു പ്രഖ്യാപിത ശത്രുവാണ് മുസ്തഫ കമാൽ പാഷ. കാരണം ഖിലാഫത്ത് പുനഃസ്ഥാപിക്കണം എന്നാണ് ഖിലാഫത്ത് സമരം. ഖിലാഫത്ത് റദ്ദാക്കാണ് പാഷ ചെയ്തത്. തുർക്കിക്കാർക്ക് വേണ്ടാത്ത തുർക്കിയിലെ ഒരു പദവിക്ക് വേണ്ടിയാണ് ഇന്ത്യയിൽ സമരം നടന്നത്. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും പ്രയാസം, ആ പേജ് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അബോളിഷൻ ഓഫ് ഖിലാഫത്ത്. അതെ, അത് 1924 നിയമം. അത് അതെ മാർച്ച് 3-ാം തീയതി. അതെ, എന്തിനാണ് നിങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനം നടത്തിയിരുന്നെന്ന് ചോദിച്ചാൽ മറുപടി ഇല്ലപ്പോ. ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യയിൽ അതിന്റെ ഒരു കാര്യമില്ലല്ലോ. അപ്പോ ഗാന്ധിക്ക് ഒരു അബദ്ധം പറ്റി ഞാൻ വിചാരിക്കുന്നത്, ഗാന്ധി ഏറ്റെടുത്തുകൊണ്ടാണ് അത് ഇത്ര വലിയ സംഭവമായത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കാം, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ടാണ്. പക്ഷെ ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അടുപ്പിച്ച ഏറ്റവും വലിയ ബഹുജന മുന്നേറ്റം എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും കൈകോർത്തതല്ലേ? അല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഹിന്ദു സംഘടനയായി തുടരില്ലായിരുന്നു. അല്ല, അത് ശരിയാണ്. അതിന്റെ ഔട്ട്കം, അതിന്റെ ഫലം എന്താണ് എന്നാണ് അന്ന് ജിന്ന ചോദിച്ചത്. അത് ജിന്ന മാത്രമല്ല, മുഹമ്മദ് ഇക്ബാൽ ചോദിച്ചല്ലോ. മുഹമ്മദ് ഇക്ബാൽ ചെറിയ ആളല്ലല്ലോ, അദ്ദേഹം അതിനെതിരാണ്. കാരണം അതായത് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ആർഎസ്കാരെ കൂട്ടിയിട്ട് നിങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സമരം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ജയപ്രകാശ് നാരായണന് മനസ്സിലായില്ല. പിന്നെ ഒരു കാര്യം കൂടി ഗോപാലകൃഷ്ണൻ, ഈ ഖിലാഫത്ത് മൂവ്മെന്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈജിപ്തിലെ ഹസനുൽ ബന്ന അദ്ദേഹത്തിന്റെ
മുസ്ലിം ബ്രദർഹുഡ്, ഇഖ്വാനുൽ മുസ്ലിമൂൻ ആരംഭിക്കുന്നത്. അതാണ് ഇന്ത്യയിലെ അബുൽ അല മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പ്രസ്ഥാനം. കാരണം ജനാധിപത്യം ഉപയോഗിച്ചും ഇസ്ലാമിന് അധികാരത്തിൽ വരാൻ സാധിക്കും. അതായത് മതത്തിന്റെ ഏകാധിപത്യം ജനാധിപത്യം ഉപയോഗിച്ച് സ്ഥാപിക്കാൻ കഴിയും എന്ന് അവർക്ക് പ്രചോദനം കൊടുത്തത് നിർഭാഗ്യവശാൽ ഈ ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ആ രണ്ട് പ്രസ്ഥാനങ്ങളും സമാന്തരങ്ങളാണ്. ഈജിപ്തിലെ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ, അതുപോലെ ഇന്ത്യയിലെ ഇഖ്വാനുൽ മുസ്ലിമൂനാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഞാനല്ല, ഖത്തറിലെ പ്രസിദ്ധനായ മുസ്ലിം മതപണ്ഡിതൻ ഖർലാവി, യൂസുഫ് അൽ ഖർലാവി, അദ്ദേഹം മരിച്ചുപോയി, യൂസുഫ് അൽ ഖർലാവിയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫലം നന്നായിരിക്കൂല എന്ന് പറഞ്ഞത് ജിന്നയാണ്, ഇക്ബാലാണ്. ശരി, അത് ആസാദിന് മനസ്സിലായില്ല എന്നുള്ളത് വലിയ അത്ഭുതമാണ്. മുഹമ്മദ് അബ്ദുറഹിമാനും മൊയ്തു മൗലവിക്കും മനസ്സിലായില്ല എന്നുള്ളത് അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. നാരായണന് മനസ്സിലായിരുന്നു. ഗാന്ധിയുടെ മാസ്മരികതയിൽ നിൽക്കുന്ന ആളുകളായിരുന്നല്ലോ ഇവരെല്ലാവരും. അതുകൊണ്ടുകൂടി അല്ല, ഗാന്ധി എപ്പോഴും സമുദായ പരിഷ്കരണത്തിന് വേണ്ടി ഇപ്പോ അയിത്തത്തിനെതിരായിട്ട് ഗാന്ധി സമരം ചെയ്യുമല്ലോ. അത്തരത്തിലുള്ള സമുദായ പരിഷ്കരണം നടപ്പാക്കുന്ന ഒരാളാണ് കമാൽ പാഷ. പക്ഷെ ഇത്രയും വിശദമായി ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ ദിലീദാലി പോഡ്കാസ്റ്റിന്റെ പേരിൽ ഞാൻ കാരശ്ശേരി മാഷിന് നന്ദി പറയുകയാണ്. എല്ലാവരും ഈ പുസ്തകം വാങ്ങിച്ചു വായിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. താങ്ക് യു കാരശ്ശേരി മാഷ്. വളരെ സന്തോഷം.